ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, വീണ്ടും വരുമെന്ന് അരുളിച്ചത് ഉദ്യതനായി സ്വർഗാരോഹണം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വചനത്തിലേക്ക് വളരെ വിനീതമായി നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആഗസ്റ്റ് 6 കൂടാര പെരുന്നാൾ, മറുരൂപ പെരുന്നാൾ എന്നൊക്കെയും നമ്മൾ ഈ ദിവസത്തെ ശേഷിപ്പിക്കുന്നു. ആരാധന കാലത്തിലെ 6ാം കാലഘട്ടമായ കൂടാര പെരുന്നാൾ മുതൽ സ്ലീബ പെരുന്നാൾ വരെയുള്ള കാലത്തിലേക്ക് ആരാധന വർഷം പ്രവേശിച്ചിരിക്കുന്നു. താബോർ മലയിലെ പ്രകാശാനുഭവത്തിൻ്റെ നാമകരണങ്ങൾ അനവധിയാണ്. തേജസ്കരണത്തിൻ്റെ പെരുന്നാൾ, മറുരൂപ പെരുന്നാൾ, കൂടാര പെരുന്നാൾ എന്നിങ്ങനെ യോർദാൻ നദിയിലെ സ്നാനസമയത്തും താബോറിലെ ഉയരത്തിലും സംഭവിക്കുന്ന ക്രിസ്തുവിൻ്റെ മഹത്വീകരണം വിശ്വാസാനുഭവത്തിൻ്റെ ആഴങ്ങളിലാണ് ദൂതനെ നയിക്കുന്നത് എന്ന് നമുക്ക് ഈ വേദഭാഗത്തു നിന്നും മനസ്സിലാകും. ഇന്നത്തെ ദിവസത്തെ വിശുദ്ധ കുർബാനയിൽ എവൻഗലിയോൻ മേശയിൽ വായിക്കാൻ പോകുന്നതായ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എവൻഗലിയോസ്തായുടെ രക്ഷാസുവിശേഷം 9-ാം അധ്യായം 27 മുതൽ 36 വരെയുള്ള വേദഭാഗങ്ങൾ ആണ്. ഇതേക്കുറിച്ച് മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 8 വരെയും മർക്കോസ് എവൻഗലിയോസ്തായുടെ സുവിശേഷം 1 മുതൽ 8 വരെയും പറയുന്നുണ്ട്. കർത്താവിൻ്റെ തേജസ്കരണം ഈ ഭാഗങ്ങളിലൊക്കെയും വിവരിക്കുന്നുണ്ട്. പഴയ നിയമ കൂടാര പെരുന്നാളിൻ്റെ നാളുകളിൽ ആവർത്തന പുസ്തകം 16-ാം അധ്യായം 13-ാം വാക്യം, ഈ തേജസ്കരണം സംഭവിച്ചതിനാലാണ് കൂടാര പെരുന്നാൾ എന്ന പേർ തേജസ്കരണ സംഭവത്തിനുണ്ടായത്. ഇതൊരു പ്രധാന പെരുന്നാളാണ്. കൂടാര പെരുന്നാൾ ആചാരത്തിൻ്റെ ഭാഗമായി യഹൂദന്മാർ തെരുവിലും മുറ്റത്തും മലകളിലും കൂടാരങ്ങൾ പണിയുകയും അതിൽ പാർക്കുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് അവരുടെ ചരിത്രം അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. യേശു മലയിൽ പ്രാർത്ഥിക്കുന്നതിനായി പോയപ്പോൾ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ടുപോയി. ലൂക്കോസ് എവൻഗലിയോസ്തായുടെ രക്ഷാസുവിശേഷം 9-ാം അധ്യായം 28-ാം വാക്യം. ഈ മല താബോർ മല എന്നറിയപ്പെടുന്നു. ജെസ്രിൻ താഴ്വരയിലെ ഒരു ഒറ്റപ്പെട്ട മലയാണിത്. നസറേത്തിന് തെക്ക് കിഴക്കായി ഉദ്ദേശം 6 മൈൽ ദൂരത്തായി ഈ മല സ്ഥിതി ചെയ്യുന്നു. പ്രധാന ശ്ലീഹന്മാരായ പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരുടെ ആത്മീയ അന്ധത നീക്കുന്നതിനായി ദൈവം ക്രമീകരിച്ചതാണ് ഈ തേജസ്വീകരണം അഥവാ മറുരൂപം. യെരുശലേം സഭയുടെ പ്രധാന തൂണുകളായി തീരേണ്ട 3 ശിഷ്യന്മാരും യേശുവിൻ്റെ തേജസ്കരണം കണ്ട് സ്തംഭിച്ചു നിന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. യേശു പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിൻ്റെ ഭാവം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു എന്ന് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. 2 പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു, മോശയും ഏലിയാവും തന്നെ. യേശു യെരുശലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെക്കുറിച്ചാണ് സംസാരിച്ചത് എന്ന് ചരിത്രം പറയുന്നു. ലൂക്കോസ് എവൻഗലിയോസ്തായുടെ രക്ഷാസുവിശേഷം 29-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള ഭാഗം. നാം എല്ലാവരും മൂടാത്ത മുഖം കൊണ്ട് കർത്താവിൻ്റെ തേജസ് കണ്ണാടിയിൽ എന്നതുപോലെ കാണുന്നു. ആത്മാവാകുന്ന കർത്താവിൽ നിന്നും എന്ന പോലെ തേജസ്സിൽ നിന്നും തേജസ്സിലേക്ക് അതേ സാദൃശ്യമായി നാം രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. 2 കൊരിന്ത്യർ 3:18. കർത്താവിൻ്റെ ശോഭയേറിയ മുഖം കാണുവാനുള്ള കാത്തിരിപ്പിലാണ് ഓരോ വിശ്വാസിയും. ആത്മീയമായ സ്വർഗീയ ആനന്ദം നങ്കൂരമിടേണ്ടതാണ്. ദൈവത്തോടുകൂടെ ഈ ലോകത്തിൽ ജീവിക്കുകയും നിത്യതയിൽ അവനോടുകൂടെ ആയിരിക്കാനുമായിട്ടാണ് പരിശ്രമിക്കേണ്ടത് നാം ഓരോരുത്തരും. യേശു യെരുശലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചു. മറുരൂപ മലയിൽ കർത്താവ് തൻ്റെ ദൗത്യത്തെക്കുറിച്ചും അഥവാ നിര്യാണത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. യേശു അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ? മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ച് ഉള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ലൂക്കോസ് 24-ന്റെ 25 മുതൽ 27 വരെയുള്ള വേദഭാഗം.
ഇതാകുന്നു, ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാക്കണം. ലൂക്കോസ് എവൻഗേലിയോസ് രക്ഷാസുവിശേഷം 24-ാം അധ്യായം 44-ാം വാക്യവും 1 കൊരിന്ത്യർ 15-3 മുതൽ 4 വരെയുള്ള വേദഭാഗവും കാണുമ്പോൾ നമുക്കിത് മനസ്സിലാകും. മോശയുടെയും ഏലിയാവിൻ്റെയും താബോർ മലയിലെ സാന്നിധ്യം വിശുദ്ധന്മാരോടുള്ള സംസർഗത്തെ പ്രകടമാക്കുന്നു. എബ്രായർ 12:1. മോശ ന്യായപ്രമാണത്തിൻ്റെയും ഏലിയാവ് പ്രവചനങ്ങളുടെയും പ്രതീകങ്ങളാണ്. മോശ പരേതരുടെ പ്രതീകവും. ആവർത്തന പുസ്തകം 34:5-6 നോക്കുമ്പോൾ ഇത് മനസ്സിലാവും. ഏലിയാവ് മരണം അനുഭവിക്കാതെ എടുക്കപ്പെട്ട ജീവനുള്ളവരുടെ പ്രതീകവുമാണ്. 2 രാജാക്കന്മാർ 2:11 നമുക്കിത് കാണുവാൻ സാധിക്കും. പഴയ നിയമത്തിന്റെ ഭാഗമായിരുന്ന രണ്ടുപേരും ഇവിടെ സാക്ഷ്യം വഹിക്കുന്നു. യോഹന്നാൻ 5:39. 3 കാലഘട്ടങ്ങളിലെ പ്രതിനിധികളെ താബോർ മലയിൽ കാണുവാൻ കഴിയും. ആദാം മുതൽ നോഹ വരെയുള്ള പ്രതിനിധിയായി മോശയും, നോഹ മുതൽ ക്രിസ്തു വരെയുള്ളവരുടെ പ്രതിനിധിയായി ഏലിയാവും, ക്രിസ്തു മുതൽ കർത്താവിൻ്റെ വീണ്ടും വരവ് വരെയുള്ളവരുടെ കാലഘട്ടത്തിലെ പ്രതിനിധിയായി ക്രിസ്തുവിനെയും കാണുന്നു. നിദ്ര പ്രാപിച്ചവർ ജീവനുള്ളവരെ പോലെ സജീവരാണെന്നും വ്യക്തമാകുന്നു. മരിച്ചവർ, അതായത് നിദ്ര പ്രാപിച്ചവർ സജീവരാണെന്നും അവർക്കുണ്ടാകുവാനുള്ള മഹത്വീകരണമാണ് താബോർ മലയിൽ കാണപ്പെട്ടത്. മാർ എബ്രഹാം AD 373 പറയുന്നു, യേശു പ്രവാചകന്മാരുടെ കർത്താവാണെന്ന് സ്ലീഹന്മാർ അറിയുന്നതിന് മോശയും ഏലിയാവും അവന് സമീപം പ്രത്യക്ഷപ്പെട്ടുവെന്ന്. നാസിയാൻസിയിലെ ഗ്രിഗോറിയോസ് AD 390 പറഞ്ഞത്, മലയിൽ വെച്ച് ഇടിമിന്നൽ പോലെ പ്രകാശമുള്ളതും സൂര്യനേക്കാൾ ശോഭയുള്ളതുമായി തീർന്ന അവൻ നമ്മെ ഭാവി രഹസ്യങ്ങളിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നാണ്. പത്രോസ് യേശുവിനോട്, ഗുരു, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞങ്ങൾ 3 കുടിലുകൾ ഉണ്ടാക്കട്ടെ, 1 നിനക്കും 1 മോശയ്ക്കും 1 ഏലിയാവിനും എന്ന് താൻ പറയുന്നത് ഇന്നത് എന്ന് അറിയാതെയാണ് അവൻ പറഞ്ഞതെന്ന് ലൂക്കോസ് എവൻഗേലിയോസ് രക്ഷാസുവിശേഷം 9:33 പറയുന്നുണ്ട്. ആ തേജസ്കരണത്തിന്റെ നല്ല അനുഭവത്തിൽ തുടരുന്നതിനുള്ള ആഗ്രഹത്താൽ പറഞ്ഞുവെന്നോ യഹൂദന്മാരുടെ അടുക്കിലേക്ക് പോകാതെ രക്ഷപ്പെടാനുള്ള മാർഗമെന്ന നിലയിൽ അവിടെ താമസിക്കുന്നതിൻ്റെ താല്പര്യം പ്രകടിപ്പിക്കുന്നുവെന്നോ നമുക്ക് വേണമെങ്കിൽ ഊഹിക്കാം. 3 കൂടാരങ്ങൾ 3 പേർക്കും തുല്യത നൽകുന്നതായി പരിഗണിച്ചുകൂടാ. കാരണം ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നതാണ് ന്യായപ്രമാണവും പ്രവചനങ്ങളും. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, ഗ്രഹിക്കാതെ പറഞ്ഞുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ചെവി കൊടുപ്പീൻ എന്ന ശബ്ദം മേഘങ്ങളിൽ നിന്നുണ്ടായി. ലൂക്കോസ് 9:35. യോർദാൻ നദിയിൽ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ സ്നാനം കഴിപ്പിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് കേട്ട അതേ ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. മത്തായി 3:17, മർക്കോസ് 1:11. ഇവനെ അനുസരിപ്പീൻ എന്ന ആഹ്വാനം ന്യായപ്രമാണവും പ്രവചനങ്ങളും ക്രിസ്തുവിൽ പൂർത്തിയായിരിക്കുന്നതിനാൽ ക്രിസ്തുവിനെ നിങ്ങൾ കേൾക്കുവീൻ അഥവാ അനുസരിപ്പീൻ എന്ന ഉദ്ബോധനമാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. ശബ്ദമുണ്ടായ സമയത്ത് യേശുവിനെ മാത്രമേ കാണുവാൻ കഴിഞ്ഞുള്ളൂ. മോശയും ഏലിയാവും നിഴലായ ന്യായപ്രമാണവും പ്രവചനങ്ങളും അപ്രത്യക്ഷരായി. ഇവനെ കേൾക്കുവീൻ എന്ന ആഹ്വാനത്തിൻ്റെ ദൃഢീകരണമാണിത്. പുതിയ നിയമത്തിലെ മോശയും ഏലിയാവും ക്രിസ്തു തന്നെയാണ് എന്ന് നമുക്ക് ഇതിൽ നിന്നും സ്പഷ്ടമാകുന്നു. നാം കൂടാര പെരുന്നാളിൻ്റെ യഥാർത്ഥ അർത്ഥം കൃത്യമായി മനസ്സിലാക്കുന്നുവെങ്കിൽ നാം ദൈവത്തിൽ നിന്ന് ഒരിക്കലും അകലെ നിൽക്കുവാൻ നമുക്ക് സാധിക്കില്ല. അങ്ങനെ നമ്മൾ ക്രിസ്തുവിനോട് കൂടുതൽ അടുക്കുകയും അവൻ തന്നിട്ടുള്ളതായ കൃപാവരങ്ങൾക്ക് നന്ദി അർപ്പിക്കുകയും അതോടൊപ്പം തന്നെ അവന് നിന്ന് കൃപാവരങ്ങൾ നമുക്ക് ചൊരിഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയും നമ്മുടെ നിത്യതയിലെ ജീവിതത്തിന് വേണ്ടിയും 3ാമത്തെ കിരീടത്തിന് വേണ്ടിയും ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഏവർക്കും ശ്രമിക്കാം. അതോടൊപ്പം സൽപ്രവൃത്തികൾ ചെയ്യുകയും ആരാധനയിൽ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാന അനുഭവിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മളെ കാത്തുപരിപാലിക്കും. ഈ ലോകത്തിൽ തന്നെ നമ്മൾ സ്വർഗസുഖം അനുഭവിച്ച് ആ നിത്യതയിലേക്ക് പോകുവാൻ നമ്മൾക്ക് സാധിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ കൂടാര പെരുന്നാളിൻ്റെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് കുർബാന അനുഭവിച്ച്
നാം അനുഗ്രഹമുള്ളവരായി തീരുവാനായിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.